നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ, നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോയത് ഏത് സാഹചര്യത്തിലേക്കാണ് എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അതും കൊണ്ടൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുകൂടാതെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ പറയും പോലെ ഒരു അഫർമേഷനാണ്, നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക, എപ്പോഴും ഹാപ്പിയായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, നല്ല വ്യക്തികളുമായിട്ട് മാത്രം സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ വളരെയധികം നല്ലൊരു ബന്ധമായിരുന്നു. അതായത് നല്ലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായൊരു ബന്ധമായിരുന്നു. ഏറ്റവും നല്ല രണ്ട് വ്യക്തികൾ, കണക്റ്റഡ് ആവാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കഴിവും മിഴിവുകളും എല്ലാം ഒരുപോലെയായിരുന്നു. നിങ്ങൾ ശരിക്കും ഏറ്റവും യോജിക്കുന്ന, ഏറ്റവും കൂടി ചേരാവുന്ന ഒരു രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും എന്നാണ് പറയുന്നത്. അതുപോലെ നല്ലൊരു ആത്മബന്ധമായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. വൈകാരികമായ അടുപ്പം, അതായത് ഒരു വ്യക്തി ചിന്തിക്കുന്നത് തന്നെ അടുത്ത വ്യക്തിക്കും അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നിടത്തോളം ആഴമേറിയ ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരു ദുർബലതയുമായിരുന്നു. ഒരാൾക്ക് ഒരാളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ ആഴം അത്രത്തോളമായിരുന്നു. കാരണം ആ ഒരു ദുർബലമായ ഒരു ബന്ധമായിരുന്നു. കാരണം ദുർബലമെന്ന് ഉദ്ദേശിച്ചത് രണ്ടു പേർക്കും അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷനിൽ. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആയിരുന്നു, സംതൃപ്തിയും സമൃദ്ധിയും സക്സസ്സുമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും നല്ല ഹാപ്പിനെസ്സായ ബന്ധമായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളെ വിട്ടുപോയ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരെപ്പോഴും ഇമോഷണലി ഹാപ്പി ആയിട്ടിരുന്നതും അവരെ ഇമോഷണലി ഹാപ്പി ആക്കാൻ പറ്റുന്നതും അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്നത് ലഭിച്ചിരുന്നതും അവർക്കൊരു വാല്യൂ കിട്ടിയിരുന്നതും അവരെ അംഗീകരിച്ചിരുന്നതുമെല്ലാം നിങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. അതായത് അവർക്ക് എല്ലാ രീതിയിലും ഒരു കുറവും ഇല്ലായിരുന്നു. സ്നേഹം കൊണ്ടാണെങ്കിലും മറ്റു രീതിയിലും വൈകാരികമായ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിലും ഒന്നും അവർക്ക് യാതൊരുവിധ കുറവും നിങ്ങൾ വരുത്തിയിരുന്നില്ല എന്നും അവർക്കൊരു ബ്ലെസ്സിങ്സ്, അവർക്കൊരു നല്ല ഒരു സാഹചര്യം, അവർക്കൊരു നല്ല ഒരു ഇമോഷണലിയും അതുപോലെ തന്നെ എല്ലാ ബാഹ്യമായ കാര്യങ്ങളിലും എല്ലാം വളരെ സംതൃപ്തമായൊരു ബന്ധത്തെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് അവർ നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് അവർ വളരെ നല്ല രീതിയിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വാല്യൂവിനെക്കുറിച്ചും അവർ തിങ്കിങ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജഡ്ജിമെൻറ്റ്, ഒരു ന്യായമായ ജഡ്ജിമെൻറ്റിന് അർഹരാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെത്രയും വേഗം അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നും എല്ലാം അവർ ആഴത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കാരണം ഒരിക്കൽ പോലും നിങ്ങൾ തമ്മിലൊരു അതായത് നിങ്ങൾ തമ്മിൽ അത്രത്തോളം സോൾ കണക്ഷനാണ്. നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടേണ്ട വരുമെന്നും നിങ്ങൾക്കത് നൽകേണ്ട വരുമെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് തിങ്കിങ് ചെയ്യുകയാണ്. ആരൊക്കെ അവരുടെ അരികിലുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിരുന്നെങ്കിൽ, അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ട എല്ലാ മാർഗങ്ങളും അവർ നോക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അവർ
അവർക്കൊന്ന് എത്തിച്ചേരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ അവിടെ എത്തിച്ചേരാൻ പറ്റും, എന്ത് ചെയ്യണം. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങൾക്കുള്ള വാല്യൂ നിങ്ങളെ മാറ്റി നിർത്തുകയാണ്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ്, അതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും ഹാപ്പിനെസ്. അവർ മതിമറന്ന് സന്തോഷിക്കുന്നത് പോലും നിങ്ങളോടൊത്തുള്ള ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൂടാതെ തന്നെ അവരൊരു ലോകം പോലും, നല്ലൊരു പുതിയ ലോകം പോലും കാണുന്നത് നിങ്ങളിലൂടെയാണ് കേട്ടോ. ഇപ്പം അവർക്കിടെ ആ ഒരു അവസ്ഥ, സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവർ ചിന്തിച്ചതൊന്നുമല്ല അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അവരേത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും അതുപോലെ തന്നെ അവിടെ ഉള്ള പലരുമായിട്ട്, അവരോട് ഒത്തു നിൽക്കുന്ന പലരുമായിട്ട് അവർ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. 5 ഓഫ് വാൻഡ്സ് ആണ്. ഭയങ്കര തടസ്സങ്ങൾ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ. അവർക്കൊരിക്കലും ഒരു സമാധാനം, അല്ലെങ്കിൽ അവർക്കൊരിക്കലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ചുറ്റും ആളുകളാണ്. അവർ ശരിക്കും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആരെയും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരിപ്പോഴും അവരുടെ ആ ഒരു ഇമോഷണലി ഉള്ള മൈൻഡ്, അവരുടെ മനസ്സിപ്പോഴും നിങ്ങളിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള തിങ്കിങ് ആണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു ഇമോഷൻ, നിങ്ങളോടൊത്തുണ്ടായിരുന്ന ഒരു സന്തോഷം, ഹാപ്പിനെസ്, ആ ഒരു ലൈഫാണ് ഇപ്പോഴും അവരുടെ ഉള്ളിൽ. അതുപോലെ തന്നെ അവിടെ ഉള്ളവരോട് അവരേത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒരു രീതിയിലും അവർക്ക് ആ ഒരു സാഹചര്യത്തെ കാണാനോ ഉൾക്കൊള്ളാനോ ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനോ പറ്റുന്നില്ല. അവിടെ നിന്ന് പുറത്ത് കടക്കാൻ, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കണം എന്ന ഒരൊറ്റ ആഗ്രഹമാണ് അവരുടെ മനസ്സിനകത്ത്. ദ ഹാങ്ക്ഡ് മാൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അവരവിടെ ഒരു ഇരയായി തീരുകയാണ് ചെയ്തത്. അവരേത് സാഹചര്യത്തിലാണോ ചെന്ന് പെട്ടത് ആ സാഹചര്യത്തിൽ അവർ ഇരയായി തീർന്ന് അവർ ശരിക്കും പ്രെയർ ചെയ്യുകയാണ്. ആ തലകുത്തനെ കിടന്നുകൊണ്ട് അവർ പ്രെയർ ചെയ്യുകയാണ്. ദൈവത്തോട് അവർ യാചിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റണേ എന്ന്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കാലം അവസാനിക്കുകയാണ്. അവർ ശരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അനുഭവിച്ചു കേട്ടോ. അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവർ ആഗ്രഹിച്ചത് അവിടെ വലിയ ബ്ലെസ്സിങ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് ഒരു രീതിയിലും അവിടെ ഒരു സന്തോഷമോ അംഗീകാരമോ ഒന്നും കിട്ടിയില്ല. അവർ പ്രെയർ ചെയ്യേണ്ട ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ആത്മാവ്, അവരുടെ സോള് എപ്പോഴും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജഡ്ജ്മെൻറ്റ് കൊടുക്കേണ്ട വ്യക്തിക്ക്, അതായത് നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നതെന്നും അവരവിടെ ഒരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ അവർക്കുണ്ടെങ്കിൽ പോലും അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നും അവർ മനസ്സിലാക്കുന്നു. അവർ ഒരുപാട് തകർന്നു മരിച്ച അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിൻ്റെ ഒരു എൻഡിങ് ആണ്, അവരുടെ ആ ഒരു സാഹചര്യത്തിൻ്റെ എൻഡിങ് ആണ്. കാരണം അവർ ചെയ്ത പ്രവൃത്തി, അവരെന്താണോ ചെയ്തത് ജഡ്ജ്മെൻ്റാണ് അവർക്ക് കിട്ടാൻ പോണത്. അതായത് അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർ ആ ഫലം അനുഭവിക്കുകയാണ്. അവരെന്തു പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ ഫലം അവരിലേക്ക് വരുന്നു എന്നാണ്. അവർ നല്ലതാണ് ചെയ്തതെങ്കിൽ അവർക്ക് നല്ലത് കിട്ടും. അവർ തെറ്റാണ് ചെയ്തതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിനർഹമാകുന്ന ശിക്ഷ കിട്ടുമെന്നും നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമാണ് അവർ ഈ ഹാങ്ക്ഡ് മാൻ റിവേഴ്സായിട്ട് അനുഭവിക്കേണ്ട വരുന്നതെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അവരത് ആ ചിന്തകളിലൂടെ 1000 വട്ടം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരവസ്ഥയിലും സാഹചര്യത്തിലുമാണ് ഇന്ന് അവർ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് എവിടെ പോയാലും അവിടെയെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് അവർക്ക് ഒരുപാട് അഡിക്ഷനായിരുന്നു, പലതിനോടും അഡിക്ഷനായിരുന്നു. അവർക്ക് സാമ്പത്തികമായ കാര്യത്തിനോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ബാഹ്യമാവുന്ന ഒരുപാട് കാര്യങ്ങളോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഫിസിക്കലി എല്ലാം അവർക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണും കാതും കെട്ടിപ്പോയൊരവസ്ഥയായിരുന്നു. അവർ ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത് അഡിക്ഷനായ കാര്യങ്ങളോടായിരുന്നു. അവർക്ക് ഒരുപാട് മറ്റു കാര്യങ്ങളോടൊക്കെ ഭയങ്കര അഡിക്ഷനായിരുന്നു. വ്യക്തിക്ക് വാല്യൂ
വാല്യൂ കൊടുക്കാണ്ട് അവർ സുഖസൗകര്യങ്ങൾക്ക് അഡിക്ഷനായി പോയതാണ് അവർക്ക് ഈ അവസ്ഥ വരാനുണ്ടായ കാരണമെന്നും ആ ടൈമിൽ അവരതിനകത്ത് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിലും സപ്പോർട്ടിലും എല്ലാം അവരങ്ങ് മറന്ന് അവർക്ക് പിന്നെ അവരുടെ കണ്ണുകളിലുണ്ടായിരുന്ന അവരുടെ ആവശ്യങ്ങൾ മാത്രമായിരുന്നു. നിങ്ങൾ കൊടുക്കും തോറും അവർ വാങ്ങിക്കൊണ്ടേയിരുന്നു. പിന്നെയും പല സ്ഥലത്തുനിന്ന് അവർക്ക് അതിനുള്ള വാല്യൂ വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ആ സൈഡിലേക്ക് കൂടി മാറി. അങ്ങനെയാണ് അവർ നിങ്ങളിൽ നിന്നും പോകാനുണ്ടായ സാഹചര്യം. ഇതിലും കുറച്ചും കൂടി നല്ലതാണെന്നും മെച്ചമാണെന്നും അവർ ചിന്തിച്ചാണ് അവർ കുറേയും കൂടി ആഗ്രഹങ്ങൾ കൂടിയപ്പോൾ അവരങ്ങനെ ആ മറ്റൊരു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം ഇന്ന് ദുഃഖിക്കുകയും നിങ്ങളോട് ചെയ്തതിൻ്റെ ശിക്ഷയാണ് അവർ ഈ അനുഭവിക്കുന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും അവർക്ക് ചുറ്റുമുള്ളവരെ ഒന്നും അവർക്ക് അംഗീകരിക്കാനോ അവരോടൊന്നും സഹകരിച്ചു പോകാനോ സാധിക്കാത്ത വിധം കോൺഫ്ലിക്റ്റാണ്. എത്രയും വേഗം ആ പഴയ ലൈഫിലേക്ക് ആ പഴയ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടണമെന്ന് അവരുടെ മനസ്സ് ഊർജ്ജസ്വലമായി ചിന്തിക്കുകയും മനസ്സെപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി മനസ്സ് കിടന്നങ്ങ് ആഗ്രഹം കൊള്ളുകയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ അവർ പോയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഡെത്തായി. ഇനി ഒരു തിരിച്ചു വരവില്ല, ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ നിങ്ങളോട് വളരെയധികം ഫൈറ്റ് ചെയ്തു പോയ വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നേരെ വെല്ലുവിളിയും ഫൈറ്റും നടത്തി വിജയിച്ചു പോയ വ്യക്തി, അതായത് നിങ്ങളെ ശിക്ഷിച്ച് നിങ്ങൾക്കൊരു അർഹമാണ്, നിങ്ങൾ കൊടുത്തതിന് അർഹമാകുന്ന ജസ്റ്റിസ് തരാതെ നിങ്ങൾക്ക് ശിക്ഷ നൽകി നിങ്ങളിൽ നിന്നും എല്ലാം ഡെത്താക്കി പോയൊരു വ്യക്തിയെയാണ് കാണുന്നത്. അത് നിങ്ങളോട് വ്യക്തമായി ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ് പോയ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദ ചാരിയറ്റാണ്, വേറൊരു ദിശയിലേക്കാണ് ആ ഒരു വണ്ടി ഉയർന്നു പോകണം. അവർ അത്രത്തോളം പവർഫുള്ളിലാണ് ആ ഒരു യാത്ര, ആ ഒരു ദിശ മാറിപ്പോയത് വളരെ അധികം. അതും 2 ഓഫ് കപ്സ് ആണ്. ഇമോഷണലി അവർ അത്രത്തോളം കണക്റ്റഡ് ആയ ഒരു സ്ഥലത്തേക്കാണ് പോയത്. മറ്റൊരു കണക്ഷൻ, ഇമോഷണലി പോയതാണ്. അതായത് പ്രണയം നിറഞ്ഞ്, അതായത് ഇതിലും നല്ല ഒരു കാര്യം കിട്ടാനില്ല, എന്നോട് എന്തോ സോൾ കണക്ഷൻ ഉണ്ട്, ഞാനുമായിട്ട് എന്തോ ഭയങ്കര അറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തിയാണ് എന്ന് കരുതിയാണ് ഈ വ്യക്തി എന്ത് ചെയ്തത്, പുതിയൊരു പ്രണയത്തോടെ, നിങ്ങൾ പോലും അറിയാതെ പുതിയൊരു പ്രണയത്തോടു കൂടിയാണ് ആ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. വ്യക്തമായിട്ടും മറ്റൊരു വ്യക്തിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയത്. ഒന്നെങ്കിൽ അത് അവരുടെ പഴയ കാല സുഹൃത്തുക്കളിലൊന്നാണ്, അതായത് അവരുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കാലത്തോ എന്തായാലും അവരുടെ ഒരു ഭൂതകാലം, ഒരു നൊസ്റ്റാൾജിയ, അതായത് പഴയ ഒരു അവരുടെ ഒരു കണക്ഷനിലേക്കാണ് ഭൂരിപക്ഷം വ്യക്തികളും പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് അവർ ഒരുപാട് എല്ലാ രീതിയിലും ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം അവർ പൂർണ്ണമായും ഭയങ്കരമായിട്ടും കണക്റ്റഡായ ഒരു സ്ഥലത്തേക്കാണ് അവർ പോയത്. അവരവിടെ ഭയങ്കരമായി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, വളരെ നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ ആയിരുന്നു, ഒരു സക്സസ് ഒക്കെ ആയിരുന്നു, അവർക്കൊരു ബാലൻസ് ഒക്കെ ആയി, ലൈഫിനകത്തൊരു സംതൃപ്തിയും സന്തോഷവും ഒക്കെയാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് അവിടെ ലഭിച്ചത്. അവർക്കെല്ലാം അബണ്ടൻസും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ലഭിച്ചോ അതെല്ലാം അതിനേക്കാളും കൂടുതലായിട്ട് ലഭ്യമാകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്ത് അവൾ വളരെ ഹാപ്പി ആയിരുന്നു, സക്സസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആണ് ആ ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എംബറസ് ആണ് വന്നിരിക്കുന്നത്. അവരാണ് അവിടെ ആ ഒരു കെയറിങ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്, അവർക്കല്ല ലഭിച്ചുകൊണ്ടിരുന്നത്, അവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവരാണ് അവിടെ നിങ്ങൾ ചെയ്തത്, നിങ്ങളിൽ നിന്നും പോയ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അവരതിനകത്ത് പോലെ ആവുകയാണ് ചെയ്തത്. അതായത് അവിടെ അവർ ബന്ധനസ്ഥനായിപ്പോയി. ആ എന്തോ ഒരു അഡിക്ഷൻ്റെ പുറത്ത്, എന്തോ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് അവർ നിങ്ങളെ വിട്ടുപോയെങ്കിൽ അവരവിടെ പോയതൊരു നെഗറ്റീവ് എനർജിയിലേക്കാണ്. അവരവിടെ ബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. നിങ്ങൾ കൊടുത്തതെല്ലാം അവിടെ അവർക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് അവർക്ക് അവിടെ പരിഗണന കിട്ടിയില്ല, അവരവിടെ പരിഗണിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്തത്. അവർക്ക് പെട്ടുപോയ അവസ്ഥയാണ്. ഇനി ഒരിക്കലും ഉടനെയൊന്നും ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ വ്യക്തിക്ക് തിരിച്ച് കയറി വരാൻ പറ്റില്ല.
കാരണം അത്രത്തോളം സ്ട്രോങ് ആയ പവർഫുള്ളായ ഒരു സാഹചര്യത്തിലാണ്, ഒരു വ്യക്തിയിലാണ് നിങ്ങളുടെ വ്യക്തി കണക്റ്റഡായി പോയിരിക്കുന്നത്. വളരെ സ്ട്രെങ്താണ്. എത്ര വലിയ കാര്യത്തെയും ഇമോഷണലി കൈകൾക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അതായത് 9 ഓഫ് കപ്സ് ആണ്. ഒറ്റയ്ക്ക് പോലും വളരെ ഹാപ്പി ആയിട്ടും ലൈഫിനെ സമൃദ്ധിയോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ കൈകളിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെട്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു വാല്യൂമില്ല, ഒൺലി പവറാണ് അവിടെ ആജ്ഞാശക്തിയിലും പവർഫുള്ളായ രീതിയിലും ഈഗോയിസ്റ്റിക്കായ വ്യക്തിയിലുമാണ് പെട്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ ഇവർക്ക് യാതൊരു വാല്യൂമില്ല. ഇമോഷണലി ഫിസിക്കലിയും ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ആ രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടിരിക്കുന്നത്. അവർ അവർക്ക് അവിടെ ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അവിടെ ഒരു അബണ്ടൻസും സമൃദ്ധിയും സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. മധ്യസ്ഥവും ചർച്ചയും മറ്റുമൊക്കെ ആയിട്ടും പരാതികളുമായിട്ട് തീരുന്നതാണ് കാണുന്നത്. അതായത് 2 ഓഫ് വാൺസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു നിരാശയോടെ പഴയ സാഹചര്യത്തെ നോക്കി നിൽക്കുന്നൊരവസ്ഥയാണ്. പഴയ ഒരു സാഹചര്യത്തെ അവരൊരിക്കലും അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അവരതിലൊന്നും ഹാപ്പിനെസ് ആവാൻ സാധിക്കാത്ത വിധം അവർ പഴയ സാഹചര്യത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് 2 ഓഫ് വാൺസ് ആണ്. അവർക്ക് അവിടെ യാതൊരു ഫ്രീഡവുമില്ല. അവർ ബന്ധനസ്ഥയായ അവസ്ഥയാണ്. അവർക്ക് പുറത്ത് കടക്കാനോ മറ്റൊരു വ്യക്തികളിലോട്ട് കണക്റ്റഡ് ആവാനോ പറ്റുന്നില്ല. അവർക്ക് ഭയമാണ് ഇനി പുറത്തേക്ക് വരാൻ. ആ ഒരു ബന്ധനത്തിൽ നിന്നും കുറച്ച് കാലതാമസം എടുക്കും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ. പക്ഷേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം യൂണിവേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം അവർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം, അതായത് അവരനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോട് ചെയ്ത ആ ഒരു ചതിക്ക് ഉള്ള ശിക്ഷ അവരനുഭവിക്കേണ്ട കാലം വരെ അവർ ആ ബന്ധനത്തിൽ തന്നെ നിൽക്കും. അത് കഴിയുമ്പോൾ 100% ഉറപ്പ് അവർ ഇനി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകൂല, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. 2 ഓഫ് വാൺസ് ആണ്. 2 ഓഫ് വാൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അവർ എവിടെയാണോ തുടങ്ങിയത്, എവിടെയായിരുന്നു അവർ ഇമോഷണലി മെൻ്റലി എല്ലാം ഹാപ്പി ആയിട്ട് നിന്നത്, എവിടെയായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായി അടുപ്പം തോന്നിയത്, അവരെ ഇൻറ്റ്യൂഷൻ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ സാഹചര്യത്തിലേക്ക് തന്നെ വന്ന് ചേർന്നിരിക്കും. നമുക്ക് നിങ്ങൾക്ക് നൽകുന്ന മാലാഖമാരുടെ ഒരു ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിനെ ആരോഗ്യത്തെയൊക്കെ നോക്കുക, നല്ലപോലെ പ്രയറും മെഡിറ്റേഷനും ചെയ്യുക, നിങ്ങളെപ്പോഴും നല്ല പോസിറ്റീവായൊരു സാഹചര്യത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ അതിൻ്റേതായ സമയമാകുമ്പോൾ മാലാഖമാർ എത്തിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തിനെ കറക്റ്റ് ചെയ്യുക എന്നാണ് മാലാഖമാർ പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന നോട്ട് ദി റൈറ്റ് ടൈം. ഇപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്താണോ അത് നിങ്ങളിലേക്ക് വരണം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അതിൻ്റേതായ സമയമല്ല. ഇപ്പോൾ അതിനുള്ള ഉത്തരം ഇതുവരെ. അതുപോലെ തന്നെ ക്ഷമയോടെ ഇരിക്കുക. സമയം കൃത്യമാകുമ്പോൾ നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഏത് സാഹചര്യത്തിലാണേലും ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുക. അതുപോലെ തന്നെ മനസ്സിനെ എപ്പോഴും കരുതലോട് ഒരുക്കിയിരുത്തുക, വ്യക്തമാക്കി ഒരുക്കിയിരുത്തുക. അതുപോലെ തന്നെ ആശയവിനിമയവും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു കറക്റ്റായ രീതിയിൽ പോവുക. അതുപോലെ തെറ്റിദ്ധാരണകൾ, പലരുടെയും സാന്നിധ്യത്തിൽ നമ്മൾക്ക് പല തെറ്റിദ്ധാരണകളും നൽകും. അതിലൊന്നും നിങ്ങൾ വശപ്പെടാതെ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ശിക്ഷ അവർ അനുഭവിച്ച് അതിൻ്റെ ഒരു കാലം കഴിയുന്നത് വരെ നിങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, അവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വരേണ്ടി വരും. കാലം തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കും. നിങ്ങൾ പോസിറ്റീവായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അർഹമാകുന്നതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന ഏറ്റവും നല്ലൊരു ഗൈഡൻസ്.
എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ സമീപിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ളൊരു റീഡിങ് എടുക്കേണ്ടതാണ്.